Hello everyone. TATA Sierra Restoration Story Part 5, the final part. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 4 പാർട്ട് ചെയ്തിട്ടുണ്ട്. 4 പാർട്ടും ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ 4 പാർട്ട് കാണുക. എന്നിട്ട് ഈ വീഡിയോ കാണുക, നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി ഫീൽ കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള പാർട്ട് നിങ്ങൾ നല്ല സപ്പോർട്ടാണ് തന്നത്. ആ സപ്പോർട്ട് ഈ വീഡിയോക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നത്, ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇന്റീരിയർ വർക്കിൻ്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്റീരിയർ വർക്കൊക്കെ കഴിഞ്ഞ് വാഹനം തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ബാക്കി ഫിറ്റിങ്സ് ആണ് ചെയ്യുന്നത്. ഫിറ്റിങ്സിൽ ഫസ്റ്റ് വരുന്നത് എക്സ്റ്റീരിയറിൽ വരുന്ന വീൽ ആർച്ചസ് ആണ്. വീൽ ആർച്ചസ് അതിൻ്റെ ഒറിജിനൽ ക്ലിപ്പ് വെച്ച് തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്. കൂടാതെ വീൽ ആർച്ചിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു ബീഡിങ് ആഡ് ചെയ്തിട്ടുണ്ട്. 4 വീൽ ആർച്ചിലും ഇനോവയുടെ സൈഡ് സ്കർട്ടിൽ വരുന്ന ബീഡിങ് ആണ് ആഡ് ചെയ്തത്. കാരണം വീൽ ആർച്ച് അങ്ങനെ തന്നെ ബോഡിയിൽ ഫിറ്റ് ചെയ്യുമ്പോൾ വീൽ ആർച്ച് ബോഡി തമ്മിലുള്ള ആ റബ്ബിങ് കാരണം പെയിൻറ്റ് ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നോർമലി നമ്മൾ അംബാസഡറിൻ്റെ ബീഡിങ് ഉപയോഗിച്ചാണ് പണ്ടൊക്കെ CRAയുടെ വീലാർച്ച് ഫിറ്റ് ചെയ്യുന്നത്. അംബാസഡറിൻ്റെ ബീഡിങ് കുറേ നാൾ കഴിയുമ്പോൾ അതൊരു അംബാസഡറിൻ്റെ ഗ്രിൽ ബീഡിങ് അത് കുറേ നാൾ കഴിയുമ്പോൾ അതൊരു മണ്ണ് പോലെയായി മാറും. അതുകൊണ്ട് ആണ് ഇനോവയുടെ സൈഡ് സ്കർട്ടിൻ്റെ ബീഡിങ് എടുത്തത്. സൈഡ് സ്കർട്ടിൻ്റെ ബീഡിങ് ഒറിജിനൽ ബീഡിങ്ങിന് നല്ല വിലയുണ്ട്. ഏകദേശം ഒരു ബീഡിങ്ങിന് തന്നെ 800 രൂപയോളം വിലയുണ്ട്. പക്ഷേ നോൺ ജെന്യൂൻ ബീഡിങ് പുറത്ത് ലഭിക്കും. പക്ഷേ അത് ചിലപ്പോൾ സ്കർട്ടിൻ്റെ കൂടെ ആയിരിക്കും ലഭിക്കുന്നത്. ഞാൻ ഈ വാഹനം പണിഞ്ഞ വർക്ക്ഷോപ്പിൽ ഒരു ഇനോവ ഫേസ് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്കർട്ട് ബീഡിങ് അവർ ഫിക്സ് ചെയ്തില്ലായിരുന്നു. അത് ഞാനിതിന് എടുത്തു ഇതിൽ ഫിക്സ് ചെയ്യാനാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ വീലാർച്ചൊക്കെ ഫിക്സ് ചെയ്തു. കൂടാതെ ഞാനിതിലൊരു എക്സ്റ്റീരിയർ ഒരു അഡീഷണൽ ഫോഗ് ലാമ്പ് ഈ വാഹനത്തിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിയോ ലൈറ്റിൻ്റെ ഫോഗ് ലാമ്പ് ബമ്പറിലാണ് ഫിക്സ് ചെയ്തത്. നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന രീതിയിൽ ബമ്പറിൽ ഒരു ഫോഗ് ലാമ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ ഫോഗ് ലാമ്പ് ലീഗലി നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഫോഗ് ലാമ്പിൻ്റെ വയറിംഗ് ഒക്കെ ആ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഫോഗ് ലാമ്പ് നമുക്ക് റിമൂവ് ചെയ്ത് വെക്കുക. വയറിംഗ് കണക്ഷൻ അവിടെ ഒരു ജാക്ക് സെറ്റപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കണക്ട് ചെയ്യുക, ആവശ്യമില്ലെങ്കിൽ റിമൂവ് ചെയ്ത് വെക്കുക. അങ്ങനെ ഒരു രീതിയിൽ ഫോഗ് ലാമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സപ്ലൈയുടെ സ്വിച്ച് ഇൻറ്റീരിയറിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫോഗ് ലാമ്പ് കൂടെ ഈ വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടെ നമ്മൾ എക്സ്റ്റീരിയർ ഹെഡ് ലൈറ്റ്, ടൈൽ ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ വാഹനത്തിൻ്റെ മെയിൻ അലോയ് വീൽ ഇതിൽ റാഡോര വീൽസ് എൻ്റെ പഴയ CRAയിൽ ഉണ്ടായിരുന്ന റാഡോര 15 ഇഞ്ച് വീൽസ് ഉണ്ടായിരുന്നു. ആ 15 ഇഞ്ച് വീൽസ് തന്നെ ഈ വാഹനത്തിലേക്ക് നമ്മൾ മാറ്റുന്നു. അപ്പോൾ 15 ഇഞ്ച് വീൽസ് റാഡോ വീൽസ് അതിൽ കിടന്ന ഒരു സിൽവർ ഷെയ്ഡിലുള്ള ഈ വീൽസാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അപ്പോൾ സിൽവർ ഷെയ്ഡ് നമ്മൾ വാഹനം ഫുള്ള് വൈറ്റ് ആയതുകൊണ്ട് സിൽവർ ഷെയ്ഡ് എനിക്ക് ഒരു കോമ്പിനേഷൻ തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ വീൽസ് ഗ്ലോസി ബ്ലാക്കിലേക്ക് പെയിൻറ്റ് ചെയ്തു. അത് ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ വെച്ച് തന്നെയാണ് ഗ്ലോസി ബ്ലാക്കായിട്ട് പെയിൻറ്റ് ചെയ്തത്. 5 വീൽസും പെയിൻറ്റ് ചെയ്തു. പക്ഷേ ടയേഴ്സ് പഴയ ഒരു ടയേഴ്സാണ് ഈ വാഹനത്തിൽ. ചൈന മേക്ക് ടയേഴ്സാണ് കിടന്നത്. ചൈനയാണോ കൊറിയൻ ഒരു ടയേഴ്സാണ് കിടന്നത്. നൻകാങ്ങിൻ്റെ ടയേഴ്സാണ് ഉണ്ടായിരുന്നത്. വേറൊരു വാഹനത്തിൽ നിന്ന് ലഭിച്ചാണ്. അത് 235 സെക്ഷൻ്റെ ടയേഴ്സാണ് കിടന്നത്. CRAയിൽ ഒറിജിനൽ വന്ന 215 സെക്ഷൻ ടയേഴ്സാണ്. അപ്പോൾ 235 ഇട്ടപ്പോൾ ചെറുതായിട്ട് ചില ആംഗിൾ മാറുമ്പോൾ വാഹനത്തിൻ്റെ ബമ്പറിൽ ടയർ ടച്ചാവുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നാൾ ഞാനത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ 215ൻ്റെ അപ്പോളോയിൽ ടയർ മാറുകയായിരുന്നു. ഫ്രണ്ട് 2 പുതിയ ടയർ അപ്പോളോ ടയേഴ്സ് പിന്നെ മാറി. അടുത്ത് നമ്മൾ CRAയിൽ വരുത്തിയ ഒരു മേജർ മോഡിഫിക്കേഷനാണ് മിറർ. നമ്മൾ ഇനോവയുടെ ഒറിജിനൽ മിറേഴ്സ് ടൈപ്പ് 4 ഇനോവയുടെ ഒറിജിനൽ മിറേഴ്സാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. മിറേഴ്സ് നോർമലി CRAയിൽ ഒരു ചെറിയൊരു മിറർ, നോർമൽ ഒരു ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന തുറക്കാവുന്ന ഒരു മിററാണ് വരുന്നത്. പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മാറിപ്പോയി. ഇപ്പോൾ നമ്മൾ എപ്പോഴും മിറർ ഓപ്പൺ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. തട്ടിയാലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് മാറിപ്പോവും. അതിൻ്റെ ഒരു എക്സ്റ്റേണലി ഒറ്റ പോയിന്റിലാണ് അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് നമുക്കത് എപ്പോഴും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. CRAയുടെ മിറർ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇനോവയുടെ മിററാണ് ചൂസ് ചെയ്തത്. ഇനോവയുടെ മിറർ ഇൻഡിക്കേറ്റേഴ്സ് വരുന്ന മിറേഴ്സാണ്. ഇൻഡിക്കേറ്റേഴ്സിന് മാത്രമേ കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ. ബാക്കി അത് സെക്കൻഡ് ഹാൻഡ് എടുത്ത മിറേഴ്സാണ്. അപ്പോൾ അതിൻ്റെ മോട്ടറൈസ്ഡ് വർക്കിങ്ങിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ അത് കണക്ഷൻ കൊടുത്ത് നമുക്ക് ശരിയാക്കാൻ പറ്റും. പവർ മിററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ മോട്ടറിന് എന്തോ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മാനുവലി. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ടൈപ്പ് മിററായതുകൊണ്ട് ഇന്നർ ലെൻസിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. എക്സ്റ്റേണലി യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ നമുക്ക് ഒരിക്കൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മിറർ ഫോൾഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് മാറില്ല. പക്ഷേ CRAയുടെ ഒറിജിനൽ മിറേഴ്സാണ്. മിറർ ഫോൾഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമത് ഒന്നേന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നത്. അതൊരു എപ്പോഴും ബുദ്ധിമുട്ടാണ്. നമ്മൾ 2 സൈഡും മിറർ അഡ്ജസ്റ്റ് ചെയ്യണം.
അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. മിറർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രാപ്പ് മിറർ എടുത്തിട്ട്, അപ്പോൾ അതിൻ്റെ പോസ്റ്റ് 2 ഡാമേജ് ആയിരുന്നു. എടുത്ത മിററിൻ്റെ പോസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇന്നോവരെ മിററിൻ്റെ പോസ്റ്റ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് നമുക്ക് പോസ്റ്റ് മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പോസ്റ്റ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം CRIയിൽ ബോഡിയിൽ യാതൊരു ഓൾട്രേഷനും വരുത്തിയിട്ടില്ല. മിററിലാണ് മോഡിഫിക്കേഷൻ വരുത്തി. ഈ ഇന്നോവ മിറർ CRIയിൽ നമ്മൾ സൂട്ട് ചെയ്യാനുണ്ട്. ജസ്റ്റ് റിമൂവ് ചെയ്ത് ഫിക്സ് ചെയ്യുക. അഥവാ നമുക്ക് ഇനി പിൽക്കാലത്ത് ഒറിജിനാലിറ്റി മിറർ വെക്കണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് മിറർ റിമൂവ് ചെയ്ത് കളയുക, ആ മിറർ എടുത്ത് ഫിക്സ് ചെയ്യുക. വേറെ ബോഡിയിൽ യാതൊരുവിധ മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. അങ്ങനെ മിറർ ഫിക്സ് ചെയ്തു. മിറർ ഫിക്സ് ചെയ്തിട്ട് അടുത്ത് നമ്മൾ വേറൊരു പ്രധാന കാര്യമാണ് ബോണറ്റ് ഓർണമെൻറ്റ്. CRI ഒരു സിഗ്നേച്ചർ പാർട്ടാണ് ബോണറ്റിൽ വരുന്ന റൗണ്ട് ടാറ്റ എഞ്ചിനീയറിങ്ങിൻ്റെ ഓർണമെൻറ്റ്. ആ എഞ്ചിനീയറിംഗ് ഓർണമെൻറ്റ് ഈ വാഹനത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഓർണമെൻറ്റ് കുറച്ച് ഫേഡഡ് ആയിരുന്നു, അത് പഴകിയ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഓർണമെൻറ്റ് നമ്മൾ സിൽവർ പ്ലേറ്റ് ചെയ്തു. പ്ലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു റിങ്ങിനുള്ളിൽ ഒറിജിനാലിറ്റിയിൽ ഒരു റെഡ് പെയിൻ്റാണ് വരുന്നത്. അപ്പോൾ ആ പെയിൻറ്റ് നമ്മൾ ചെറിയ ഒരു ബ്രഷ് വെച്ച് ഫുള്ള് പെയിൻറ്റ് അതിൻ്റെ അകത്ത് സെറ്റാക്കി ഞാൻ ആ ഒറിജിനാലിറ്റി ഫീൽഡിൽ കൊണ്ടുവന്ന് അങ്ങനെ ഓർണമെൻറ്റും ബോണറ്റ് ഓർണമെൻറ്റ് അത് സെറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത്, കൂടാതെ ഗ്രില്ല് ഫിറ്റ് ചെയ്തു. ഗ്രില്ലിൽ റൗണ്ട് ലോഗോ നമ്മൾ കൊണ്ടുവന്നത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൗണ്ട് ലോഗോ ഓവൽ ലോഗോ ആയിരുന്നു ഈ വണ്ടിയിലുണ്ടായിരുന്നു. അതിന് നമ്മൾ റൗണ്ട് ലോഗോ ഓർഡർ ചെയ്തിട്ട് ആ ഓവൽ ലോഗോ കട്ട് ചെയ്ത് അതിൻ്റെ സ്ലാറ്റൊക്കെ റെഡിയാക്കി തിരിച്ച് ഫിക്സ് ചെയ്യുന്നുണ്ടായിരുന്നത്. അടുത്ത CRIയുടെ ഒരു മെയിൻ ഒറിജിനാലിറ്റി ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ് ബോണറ്റ് ഇൻസുലേറ്റർ. ബോണറ്റിനുള്ളിൽ വരുന്ന ഒരു ഷീറ്റ് അതൊരു തെർമോക്കോൾ ടൈപ്പ് മെറ്റീരിയലാണ്. ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ഒറിജിനാലിറ്റിയിലൊരു സാധനമാണത്. ആ പാർട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ALPയിൽ തന്നെ നമുക്ക് ആ ഷീറ്റ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ ഷീറ്റ് വാങ്ങി കട്ട് ചെയ്ത് ഒട്ടിക്കായിരുന്നു. അപ്പോൾ ഒരു ബോണറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീൽ കിട്ടും. കൂടാതെ ഹീറ്റ് ഇൻസുലേറ്ററായിട്ട് അത് ആക്റ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇൻറ്റീരിയർ വർക്കിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലോറിങ്ങിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഫ്ലോറിങ് ഒറിജിനൽ കാർപ്പറ്റ് വാഹനത്തിൽ അവൈലബിൾ ആണ്. അത് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് തിരിച്ച് ഫിക്സ് ചെയ്യുന്നത്. ഫ്ലോറിൽ വിനൈൽ ഫ്ലോറിങ് അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. കൂടാതെ നൂഡിൽസ് മാറ്റ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അത് നൂഡിൽസ് മാറ്റ് റൈറ്റ് സൈഡിലും റിയറിലും യൂസ് ചെയ്യാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ അത് വലിയതായിട്ട് പ്രാക്ടിക്കലല്ല, കാരണം സീറ്റ് സ്ലൈഡ് ആകുമ്പോൾ അതിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് ഫ്രണ്ട് റൈറ്റ് സൈഡിലും റിയറിലും നൂഡിൽസ് മാറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ ഒരു കാർപ്പറ്റ് തന്നെ കട്ട് ചെയ്ത് ഒരു ചെറിയ പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒറിജിനൽ കാർപ്പറ്റ് മാറ്റ് തന്നെ ഈ വാഹനത്തിലിട്ട് നമ്മൾ പഴയ വാഹനം റീസ്റ്റോർ ചെയ്യുമ്പോൾ മെയിനായിട്ട് വിനൈൽ ഫ്ലോറിങ്ങിലോട്ട് പോകരുത്, കാരണം വെള്ളം ഇറങ്ങി ഫ്ലോർ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. കാർപ്പറ്റ് ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് ഉയർത്തി നോക്കാൻ സാധിക്കും. എന്തെങ്കിലും വെള്ളം കെട്ടി നിൽപ്പുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞ് നോക്കാൻ സാധിക്കും. അപ്പോൾ കാർപ്പറ്റ് മാറ്റാണ് പഴയ വാഹനങ്ങളിൽ എപ്പോഴും നല്ലത്. അടുത്ത് നമ്മൾ ഡോർ ഹാൻഡിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് ഡോറ് ഹാൻഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിംഗിൾ കീയിലേക്ക് കൺവേർട്ട് ചെയ്തു. പുതിയ ലോക്ക് സെറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. കൂടുതൽ വൈപ്പേഴ്സ് ഫിറ്റ് ചെയ്ത് വൈപ്പേഴ്സ് 19 ഇഞ്ചിൻ്റെ വൈപ്പേഴ്സ് തന്നെയാണ് CRIക്ക് വരുന്നത്. ഫ്രണ്ട് 2 വൈപ്പേഴ്സ് 19 ഇഞ്ചാണ്. ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്ന വാല്യൂരെ വൈപ്പർ ബ്ലേഡ് ആയിരുന്നു. അടുത്ത് ബോഷിൻ്റെ ക്ലിയർ വിഷനിലേക്ക് അത് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ബോഷിൻ്റെ ക്ലിയർ വിഷൻ വൈപ്പർ ബ്ലേഡാണ് ഇപ്പോൾ വാഹനത്തിൽ കിടക്കുന്നത്. കൂടാതെ റിയറിൽ 12 ഇഞ്ച് വൈപ്പർ ബ്ലേഡ് വരുന്നുണ്ട്. റിയറിൽ വലിയൊരു ആം മോഡിഫൈ ചെയ്താണ് റിയർ വൈപ്പർ ബ്ലേഡ് ആം ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അടുത്ത് നമുക്ക് വരുന്നത് സൈഡ് ലോഗോയാണ്. സൈഡ് ലോഗോയിൽ സിയാറ ടർബോയിൽ വരുന്ന സിയാറ എന്ന ലോഗോ മാത്രമേ വന്നു. സൈഡ് ഫ്രണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ അടുത്തായിട്ട് സിയാറ എന്ന ലോഗോ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ആ ലോഗോ സെപ്പറേറ്റ് കിട്ടാനിപ്പോൾ ചാൻസ് ഇല്ല. അതുകൊണ്ട് ടാറ്റ സിയാറ എന്ന നോൺ ടർബോ വേരിയൻ്റ് വരുന്ന ആ ലോഗോ എൻ്റെ കയ്യിൽ 1-2 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലോഗോ തന്നെ ഞാൻ ഫിക്സ് ചെയ്തായിരുന്നു. അത് നോർമലി അതൊരു ഹോൾ അടിച്ച് ഫിക്സ് ചെയ്യുന്ന ഒരു ടൈപ്പിലാണ് വന്നത്. പക്ഷേ ഞാൻ 3M സ്റ്റിക്കർ വെച്ചാണ് ഞാൻ ഫിക്സ് ചെയ്തിരുന്നത്. അടുത്ത നമുക്ക് ഡോറിൻ്റെ സൈഡിലായിട്ട് ഒരു ബീഡിങ് വരും. ഡോറിൻ്റെ അടിയിലായിട്ട് ഡോറ് ഫെൻഡർ കൂടാതെ റിയർ ക്വാർട്ടർ പാനൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്ലാക്ക് കളർ ബീഡിങ് വരും. അപ്പോൾ ആ ബീഡിങ് ഈ വാഹനത്തിൽ എല്ലാ പീസും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അത് തന്നെ ഞാൻ തിരിച്ച് 3M ടേപ്പ് ഒട്ടിച്ച് അതിനെ ഫിക്സ് ചെയ്യായിരുന്നു. ഫ്രണ്ട് ഡോറ് റിയർ ഡിക്കി ഡോറിൽ ആ ബീഡിങ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ള് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് CRI റീസ്റ്റോറേഷനെ കുറിച്ച് ലാസ്റ്റ് പാർട്ടായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത് നമ്മൾ വരുന്നത് നമ്മുടെ റീസ്റ്റോറേഷൻ നിങ്ങളെല്ലാവരും അവസാനം ഞാൻ പറയുമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്
റീസ്റ്റോറേഷൻ കോസ്റ്റ്, എന്ത് കോസ്റ്റായി ഈ വാഹനം റീസ്റ്റോർ ചെയ്യാൻ. അപ്പോൾ റീസ്റ്റോറേഷൻ കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ കണക്ക് ഒന്നും എഴുതി വെച്ചിട്ടില്ല ഈ വാഹനം റീസ്റ്റോർ ചെയ്തപ്പോൾ. എനിക്ക് പെയിൻറ്റിങ്ങിനായിട്ട് ഒരു 35,000 ചിലവായി, ഇൻറ്റീരിയർ വർക്കിന് ഒരു 45,000 ചിലവായി. അടുത്ത് പിന്നെ AC വർക്കൊക്കെ നമ്മൾ സ്ക്രാപ്പ് പാർട്സൊക്കെ എടുത്ത് കുറേ സമയമൊക്കെ എടുത്താണ് ചെയ്തത്. അതിൻ്റെ കണക്കൊന്നും ഞാൻ എഴുതിയിട്ടില്ല. കൂടാതെ നമ്മൾ ഒരുപാട് ഇതിൽ ഫൈബർ ഗ്ലാസ് മോഡിഫിക്കേഷൻ ചെയ്ത് അതൊക്കെ ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തത്. ഏതാണ്ട് 2 വർഷത്തോളം ഈ വാഹനം റീസ്റ്റോർ ചെയ്യാൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ 2 വർഷത്തെ ലീവും ഞായറാഴ്ചകളും എല്ലാം ഈ വാഹനത്തിൽ തന്നെയാണ് ഞാൻ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അതൊരു വലിയ പ്രോസസ്സാണ്. നമ്മൾ പഴയ വാഹനം റീസ്റ്റോർ ചെയ്യുമ്പോൾ കണക്ക് നോക്കിയാൽ നമുക്കതൊരു ഇത്രയും രൂപ ഞാൻ ചിലവാക്കിയെന്ന് അതൊരു വലിയൊരു ഞെട്ടലായിരിക്കും അവസാനം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനങ്ങനെ കണക്ക് ഈ വാഹനത്തിൽ നോക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ പാർട്ടുകൾ നീണ്ട് 5 പാർട്ട് എത്തി. അപ്പോൾ ഇതുവരെ നിങ്ങൾ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഈ വീഡിയോയ്ക്ക് ആ സപ്പോർട്ട് ലഭിക്കുക, മറ്റുള്ള വീഡിയോസും കാണുക. എന്നാലേ നിങ്ങൾക്ക് ഫുള്ളൊരു കാര്യങ്ങളെല്ലാം മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലും വിട്ടുപോയി, എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റുകളായി പറയുക, ഞാനതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റുകളായി പറയുക, ഞാനതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ സിയറ റീസ്റ്റോറേഷൻ സ്റ്റോറി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. 5 പാർട്ടുകളും കഴിഞ്ഞിരിക്കുന്നു. സിയറയുടെ റീസ്റ്റോറേഷൻ സ്റ്റോറി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും പുതിയ ഇൻട്രസ്റ്റിംഗ് കണ്ടൻറ്റായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.